ആ കൊണ്ടുവരാ വാഗക്കെട്ട് കൊണ്ടുവരാ വാഗ ആദ്യത്തെ വാഗനെ കിട്ടി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ട് ഒരു ഫിഷിങ് ചെയ്തതിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ദിവസം വന്നേക്കണം. രണ്ടാമത്തെ ദിവസം നമ്മൾ ഫിഷിങ് തുടങ്ങുന്നില്ല. നമ്മൾ ഇവിടെ നിന്നൊരു നല്ല അടിപൊളി ഒരു ചേർമീൻ കുറച്ച് അപ്പുറത്തേക്ക് മാറി നമ്മളൊരു അടിപൊളി ബാക്കിയാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് പിടിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പാലത്തിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ചേർമീൻ അടിക്കുമ്പോൾ നമ്മളൊരു പയ്യൻ ഈ പാലത്തിൽ നമ്മുടെ ഫിഷിങ് കാണാൻ വേണ്ടി വന്ന പയ്യനെ വീഡിയോ എടുത്ത് വന്നു. അപ്പോൾ ക്യാമറയിൽ പിടിച്ചിട്ട് ചെറുതായിട്ടൊരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലറിങ് ഒരു മങ്ങലുണ്ടായിരുന്നു വീഡിയോയിൽ. എന്നാലും നല്ലതായിട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നല്ല ക്ലിയർ ആയിരുന്നു. അത് ആദ്യം ക്യാമറ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയൊരു ബ്ലറിങ് വന്നതാണ്. അപ്പോൾ ഇന്നും നമ്മൾ ഫിഷിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും മീൻ കിട്ടുകയാണെങ്കിൽ ആ വീഡിയോ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നലെ പിടിച്ച മീനിൻ്റെ വീഡിയോ കാണാം. നമുക്ക് ഇന്ന് മീൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ വീഡിയോ നമുക്ക് കാണാം. നല്ലോണം വാഗ പൊങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ വാഗയാണ് നിൽക്കാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ചേറുമീനും കാണാറുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഇന്നലെ നമ്മൾ ഓട്ടോമാറ്റിക്കൽ ലോക്ക് ഇട്ടിട്ട് ഇന്നലെ ഷൂട്ട് ചെയ്തത്. ഇന്ന് നമ്മൾ നോർമൽ ഡാറ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഏകദേശം ഒരു 4-4:30 ആയിട്ടുണ്ട്. ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചേർമീൻ ഈ പായലിനകത്ത് നിന്നൊക്കെ വന്ന് മീനെടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നോക്കി നിൽക്കാം. ഇന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഇന്നത്തെ മീനും കൂടെ നമ്മൾ ഫിഷിങ്ങിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തത്. എന്നാലും ഇന്നലെ നമുക്കൊരു കരിമീനും ഒരു വാഹയും ഒരു ചേർമീനും കിട്ടി. അപ്പോൾ കരിമീൻ്റെ ഷൂട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വാഹയും പിന്നെ ചേർമീനോട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കിക്കളയാം. ലോഡ് ചെയ്ത് സെറ്റായി നിൽക്കാം കേട്ടോ. നമുക്ക് മതി. ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്രോസ് ബോ ഇന്നലെ തൊട്ടാണ് ഉപയോഗിച്ച് തുടങ്ങിയത് കേട്ടോ. കാരണം ലോഡിങ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം വലിയ കുഴപ്പമില്ല. ഓക്കെ, നമ്മളിന്ന് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നലെ നമ്മൾ BL25 ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത് വെച്ചാൽ. ഇന്നലെ HYBയുടെ റീലാണ്, HY30യുടെ റീലാണ് വെച്ചിരിക്കുന്നത്. അത് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്, അതൊരു കളർഫുള്ളിങ്ങുമായിട്ട് ഇരുന്നോളുമല്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു റീലാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ ഇച്ചിരി സ്മൂത്ത് ഉണ്ട് കേട്ടോ. നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പവർ കിട്ടുന്നുണ്ട്. അതിൽ തന്നെ ഇതിനകത്ത് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന 70 LB ബ്രൈഡാണ് ഉപയോഗിച്ചത്. അത് കാരണം നല്ല ഫാസ്റ്റിങ് കിട്ടുന്നുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് 110 LB ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇല്ലേ വന്ന് പൊങ്ങിട്ടു കേട്ടോ. ഇത് നമ്മളുടെ ആദ്യത്തെ ഷോട്ടാണ് കേട്ടോ. ഒരു വാഹയെ കണ്ടിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. ആ കൊണ്ടുവരാ വാഗക്കെട്ട് കൊണ്ടുവരാ വാഗ ആദ്യത്തെ വാഗനെ കിട്ടി. പോകാന്നറിയില്ല വാഗ. ആ അടിപൊളി. ദേ എൻ്റെ അമ്മ മൊത്തം അപ്പുറം പോയിട്ട് നൂലിൽ ചുറ്റിക്കിടക്കണം. ചാക്കിലുടക്കി കുഞ്ഞതാണ്, പക്ഷേ നമുക്ക് സാധനത്തിനെ കിട്ടിയില്ലേ. ആദ്യത്തെ വാഗ. ആ വാഗ ചെറുത്. ഇതേ വലിയ തോട്ടിൽ നിന്ന് ഇടത്തോട്ടിലോട്ട് കയറി വന്നൊരു ചെറിയൊരു വാഗയാണ്. നമ്മൾ ഒന്നും നോക്കാന്നില്ല, അട്ടിച്ചു കൊടുത്ത്. ഇതാണ് മണൽ വാഗ. ഇതേ കണ്ട അച്ഛന്മാരെ. അതെ, നമുക്ക് ആദ്യത്തെ വാഗ കയറിയിട്ടുണ്ട്. കുഞ്ഞ് ഹാപ്പിയായി. അടി ഹെഡ് ഷൂട്ടായിരുന്നല്ലോ. പൊളി സ്ഥലമാണ്. ഇത് കണ്ട നമ്മുടെ കയറിയിട്ട് ഒരു 2 മീറ്ററോളം അപ്പുറം നൂലുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇത് കണ്ട നമ്മുടെ ക്രോസ് ബോർഡ് പവർ അറിയാൻ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാഹനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് നേരെ സഞ്ചയത്തിലേക്ക് ഇടാം കേട്ടോ. എന്തായാലും ചെറിയൊരു വാഹനം, എന്തായാലും കുഞ്ഞ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വന്നിട്ട് നീലവാഹനം എന്ന് പിടിക്കണമെന്ന്. പക്ഷേ ഇത് പുള്ളിക്കുത്തുള്ള സൈസൊരു വാഹനം കണ്ട. അത്യാവശ്യം കുഴപ്പമില്ല. ഏകദേശം ഒരു 1/2 കിലോ കാണണോ? അല്ല, 1/2 കിലോ താഴെ കാണുള്ളൂ. 1/2 കിലോ കാണാൻ ചാൻസ് ഇല്ല. ആ ഓക്കെ, അപ്പോൾ അവനെ നമ്മളെടുത്തിട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും ഷോട്ട് കലക്കി. പക്ഷെ നമ്മൾ ആദ്യം നോക്കിയത് ഇതിനകത്താണ്. ഇതിനകത്ത് നല്ല വലിയ വാഗ കിടപ്പുണ്ട്. പക്ഷേ ഉണ്ടല്ല,
ആളെ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർ ഭയങ്കരമായിട്ട് ഹൈഡായി പോകണം, ആളെ പൊങ്ങണില്ല. അപ്പോൾ ഞാൻ ഈ ഇടത്തോട്ടിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ചെറിയൊരു തോടുണ്ട്, അപ്പോൾ ഇതിൽ കരിമീൻ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്, കരിമീന പുലന ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ശരിക്കും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നത്. പക്ഷെ നമുക്ക് വാഗണ് കിട്ടിയത്. കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ നോക്കാട്ടെ. ഞാനത് ആദ്യം താഴെ കൂടെ വരുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്തേ പുല്ലനാണെന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുമ്പോഴാണ് സാധനം വാഗണെന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഷൂട്ട് നോക്കാം മച്ചാന്മാരെ. നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിൽ പോയിട്ട് അവിടെ ഒരു വാഹയെ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ അത് മിസ്സായി പോയിട്ട് അടി കൊണ്ടായിരുന്നു. പക്ഷേ അവൻ ആ കിടങ്ങർ കിടക്കണ പായലിനകത്തൊക്കെ വലിച്ചുകൊണ്ട് പോയതിന് ശേഷം അവൻ വലിച്ചപ്പോൾ ഊരിപ്പോയി കേട്ടോ. ഇത് നമ്മുടെ രണ്ടാമത്തെ ഷോട്ടാണ്. ഒരു ചേർമീനാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷിങ് കാണാൻ വന്ന ഒരു പയ്യനാണ് നമുക്ക് വീഡിയോ എടുത്തു തന്നത്. ഫോൺ കയ്യിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ ഫിംഗർ പ്രിന്റ് പറ്റിയതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി വ്യത്യാസം പോയെന്ന് തോന്നുന്നു. അടി കൊണ്ടിട്ടുണ്ട് ഇതിട്ട് കളിക്കണതാണ് പറഞ്ഞത്. അടി കൊണ്ടിട്ടുണ്ട്. ലോക്കൽ ഡാറ്റ ആയിരുന്നു, ലോക്കൽ ഡാറ്റ ആണ്. പോകാൻ തോന്നണില്ല, അത് പോകാൻ ചാൻസ് ഇല്ല. നോക്കട്ടെ, അടി കൊണ്ടാക്കണം, നോക്കട്ടെ എവിടെയാണ്. ഒരു രക്ഷയില്ലാത്ത അടിയാണത്, അത് അടിപൊളി, ഒന്നും പറയല്ല. കറക്റ്റ് സെന്റർ ബോൾട്ട് അടിയാൻ, ഇത് കണ്ട പൊളി സാധനം, അടിപൊളി സാധനം കൊള്ളാം. അത് അത്ര ഇത് തോന്നിയില്ലല്ലോ കണ്ടിട്ട് താഴെയൊന്നും അല്ലേ? ഇത് കണ്ട അടിപൊളി ചേറൻ. സെന്റർ ബോൾട്ട് കറക്റ്റ് സെന്റർ അടിയെ. അപ്പൊ നമ്മുടെ പിസ്റ്റൾ ക്രോസ് ബോയിൽ നമുക്ക് ഇത് ഒരു അടിപൊളി ഒരു ചേർമീൻ അടിച്ചു, പാലത്തിന്റെ മേലെ നിന്ന് അടിച്ചു കേട്ടോ. ചേർമീന്റെ കറക്റ്റ് സെൻട്രലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ലോക്കൽ ഡാറ്റ ആയിരുന്നു കേട്ടോ നമ്മൾ ഇട്ട് വെച്ചത്, ഓട്ടോമാറ്റിക്കൽ ലോക്കായിരുന്നു. ഇത് കാണിച്ചായിരിക്കും, കാണിച്ച് കളർ മാറി വരുന്നുണ്ട്. അടിപൊളി. അതേ അപ്പുറത്ത് ഒരു ചേട്ടൻ ചൂണ്ടിവരണ്ട, ആ ചേട്ടന് ഇപ്പം പറഞ്ഞ ഒരു 1.5 കിലോത്തിന്റെ ഒരു ചേർമീൻ ഇപ്പോൾ ഇവിടെ ചൂണ്ടയിൽ അടിച്ചതേ. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. ഒരു കിലോ 1.5 ഇല്ല, 1.5 വെച്ച് കാണാൻ ചാൻസ് ഇല്ല അല്ലേ? നമ്മുടെ ക്രോസ് ബോ എന്റെ ഒപ്പം ഓക്കെ. ഇത് നമ്മൾ ഫിഷിങ് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് അവിടെ ചൂണ്ടാൻ വേണ്ടി 2 പിള്ളേർ വന്നതാണ്. അപ്പോൾ അവർ 3 പേര് ചൂണ്ട മാറി മാറി കാസ്റ്റ് ചെയ്തിട്ടും ഫ്രോഗ് പോകുന്നില്ല. അപ്പോൾ അത് ഉടക്കുന്നത് കൊണ്ട് ഞാൻ അവരേക്ക് ചൂണ്ട ഇടുന്നതിൻ്റെ രീതികളൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, കാസ്റ്റ് ചെയ്യേണ്ട രീതി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീല് നല്ല ഹെവി റീലാണ്, വലിപ്പോൾ 5000ൻ്റെ റീലാണ്. പക്ഷേ റോഡിന് എങ്ങാണ്ടും ഒരു 5 പോലും ഇല്ല, ഒരു 4 ഫീറ്റ് അങ്ങോട്ട് ലോങ് നീളമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കാസ്റ്റ് ചെയ്തിട്ട് പോകാത്തത്. അപ്പോൾ ഞാനത് കാസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് ഞാനത് കാസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത്. അവർ കുറച്ച് നേരം ഇട്ടായിരുന്നു, പക്ഷേ അവർക്ക് മീനൊന്നും കിട്ടിയില്ല. കുറച്ച് നേരം ഞാൻ അവർക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് അവരെ കൊണ്ടൊന്ന് കാസ്റ്റിംഗ് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത ഫിഷിങ്ങിലേക്ക് വീണ്ടും പോകുന്നത്. സ്റ്റിക്ക് തീരെ ചെറുതായതുകൊണ്ടാണ് കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഈ റീലോട്ട് ബുദ്ധിമുട്ട് വരുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ചെറിയ റീലായിരിക്കും. സ്റ്റിക്കിന് ഇച്ചിരി ഒരു 7 ഫീറ്റ് എങ്കിലും 6 ഫീറ്റ് 7 ഫീറ്റ് എങ്കിലും വേണം. ഇത് ബാക്കിയുള്ള സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. കൊണ്ട് എന്റെ അമ്മ നല്ല ലോങ്ങില കൊണ്ട, പക്ഷെ അത് പോകുമെന്ന് തോന്നണം കേട്ടത്. പോയി ഇല്ല ഉണ്ട്, അതിനകത്ത് ഉണ്ട് സാധനം ഉണ്ട്, പക്ഷെ ഊരി പോയെന്ന് തോന്നുന്നു. ആദ്യം പിടിച്ചായിരുന്നു, പോയി ഇല്ലല്ലേ പോയത്. അടി കൊണ്ട് ഇച്ചിരി വലിച്ചോണ്ട് ഓടി, ഭാഗ്യം പോയി. അപ്പൊ ഗേസ് ഇതേ നമ്മൾ ഫിഷിങ് നിർത്തണം, കാരണം വേറെ ഒന്നും നമുക്ക് കിട്ടിയില്ല. വാഹകൾ പൊങ്ങുന്നുണ്ട്, പിള്ളേർ നമ്മുടെ ചൂണ്ടക്കാർ പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവർ കാസ്റ്റിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാഹയെല്ലാം ഇച്ചിരി ലോങ്ങാണ് പോകുന്നത്, അടുത്തേക്കൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ നിർത്തുവാണ്. അപ്പോൾ കുഞ്ഞു ഓക്കെ, നമുക്ക് വീഡിയോ അതിൻ്റെ പേരല്ല.
പ്രതിമ വെച്ചാൽ ക്രോസ് ബോയൊക്കെ ആയിട്ട് അറ്റത്ത് പോയി നിന്ന് നോക്കണം, വാഹ പൊങ്ങുന്ന നോക്കണം. പക്ഷെ ഒന്നും ആക്ടിവിറ്റി ഇപ്പോൾ കാണുന്നില്ല. എല്ലാം പൊങ്ങുന്നുണ്ട്. ലോങ്ങായിരുന്നു, ഒരു 20 മീറ്റർ 25 മീറ്റർ ലോങ്ങിൽ ഓർമ്മ അടിച്ചായിരുന്നു. പക്ഷേ അവന് ഊരിപ്പോയി കേട്ടോ. കാരണം അത്ര ലോങ്ങിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വാഗയുടെ മേത്തൊക്കെ നമ്മുടെ ഡാർട്ട് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം എത്ര ലോങ് കാരണം അത്ര പവർ കിട്ടില്ലല്ലോ അത്ര ലോങ്. ഒന്നാതെ ഒരു 1.5 അടി താഴ്ചയിലും കൂടെ ആയിരുന്നു. അപ്പോൾ അടിച്ച മീൻ ഇത്ര മേളിൽ നിന്ന് കുത്തനടിച്ചുകൊണ്ടാണ് കേട്ടോ അത്രയും കിട്ടിയത്. ഏകദേശം ആ പാല് കിടക്കുന്ന തെളിവ് വേണ്ട. ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റില്ല. നേരെ പാലത്തിൻ്റെ താഴെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് വരുന്നത്. അതായത് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ആ ലോങ് നല്ല ലോങ്ങാണ്. അപ്പോൾ അവിടെ വെച്ച് അടിച്ചത്, അതിൻ്റെ വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നലെ ഫിഷിങ് ചെയ്ത വീഡിയോ നമ്മൾ കാണുക, എന്നിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.